സങ്കീർത്തനം 73 20 വാക്യം. ഉണരുമ്പോൾ മായുന്ന സ്വപ്നം പോലെയാണവർ. അങ്ങ് ഉണർന്ന് അവരെ കുടഞ്ഞെറിയുന്നു. എൻ്റെ ആത്മാവിൽ കയ്പ് നിറഞ്ഞപ്പോൾ, എൻ്റെ ഹൃദയത്തിന് മുറിവേറ്റപ്പോൾ, ഞാൻ മൂഢനും അജ്ഞനുമായിരുന്നു. അങ്ങയുടെ മുൻപിൽ ഞാനൊരു മൃഗത്തെപ്പോലെയായിരുന്നു. എന്നിട്ടും ഞാൻ നിരന്തരം അങ്ങയോട് കൂടെയാണ്. അവിടുന്ന് എൻ്റെ വലതുകൈ ഗ്രസിച്ചിരിക്കുന്നു. ഉപദേശം തന്ന് അങ്ങ് എന്നെ നയിക്കുന്നു. പിന്നീട് അവിടുന്ന് എന്നെ മഹത്വത്തിലേക്ക് സ്വീകരിക്കും. സ്വർഗത്തിൽ അങ്ങല്ലാതെ ആരാണ് എനിക്കുള്ളത്? ഭൂമിയിലും അങ്ങയെയല്ലാതെ ഞാൻ ആരെയും ആഗ്രഹിക്കുന്നില്ല. ശരീരവും മനസ്സും ക്ഷീണിച്ചു പോയേക്കാം, എന്നാൽ ദൈവമാണ് എൻ്റെ ബലം. അവിടുന്നാണ് എന്നേക്കും എൻ്റെ ഓഹരി. എന്തെന്നാൽ അങ്ങിൽ നിന്ന് അകന്നു നിന്നവർ നശിച്ചു പോകും. അങ്ങയോട് കാപട്യം കാണിക്കുന്നവരെ അങ്ങ് സംഹരിക്കും. എന്നാൽ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നതാണ് എൻ്റെ ആനന്ദം. ദൈവമായ കർത്താവിനെ ഞാൻ അഭയം പ്രാപിച്ചിരിക്കുന്നു. അവിടുത്തെ പ്രവൃത്തികളെ ഞാൻ എന്നും പ്രഘോഷിക്കുന്നു. വേദനകളും കഷ്ടപ്പാടുകളും നിന്ദനവും പരിഹാസവും എന്ത് ചെയ്താലും അതിനെല്ലാം കുറ്റം കണ്ടെത്തി നമ്മളെ പരിഹസിക്കുന്ന ഒരു കൂട്ടം ജനത്തിൻ്റെ കുടുംബക്കാരുടെ മുമ്പിലാണ് നമ്മൾ നിൽക്കുന്നത്. ഈശോയെ, എല്ലാം അറിഞ്ഞിട്ടും സത്യമെന്തെന്നറിഞ്ഞിട്ടും ഒരു മുറിവിലേക്ക് വീണ്ടും വീണ്ടും കുത്തിയേൽപ്പിക്കുന്ന, ബഹിരംഗമായി പരിഹസിച്ച് വീണ്ടും വീണ്ടും കുറ്റപ്പെടുത്തലുകൾ, അപമാനങ്ങൾ, അപവാദങ്ങളും നടത്തി എങ്ങനെ ഒരു വ്യക്തിയെ ജീവനോടെ മുറിവേൽപ്പിച്ച് കൊല്ലാമെന്ന അവർ നോക്കുന്നത്. അവൻ്റെ കണ്ണുനീർ തോരാതിരിക്കാൻ എന്താണ് മാർഗമെന്നാണ് അവർ അന്വേഷിക്കുന്നത്. ഈശോയെ, പലപ്പോഴും ഞാൻ തളർന്നു പോകുന്നുണ്ട്. എങ്കിലും ഒരു നിമിഷം ഞാൻ ഓർക്കും, അങ്ങ് അനുഭവിച്ച വേദന, അങ്ങ് കുരിശ് ചുമന്നപ്പോൾ, അങ്ങ് തളർന്നു പോയപ്പോൾ അങ്ങ് അനുഭവിക്കുന്ന ആശ്വാസവും പ്രതീക്ഷയും. ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറട്ടെ എന്ന അങ്ങയുടെ തിരുവചനം. ഞാനും വീണ്ടും ജടകുടഞ്ഞെഴുന്നേറ്റ് അങ്ങയുടെ സഹനത്തോട് ചേർന്ന് എൻ്റെ സഹനങ്ങളെ സമർപ്പിക്കുന്നു. വീണ്ടും ഞാൻ തളർന്നു പോകുന്നു. വീണ്ടും ഞാൻ ഉണരുന്നു. അങ്ങനെ നീങ്ങിപ്പോകുന്നു കാലങ്ങൾ. കർത്താവേ, വർഷങ്ങൾ കഴിഞ്ഞിട്ടും തിന്മ ചെയ്തവർ അവർ തിന്മയാണ് ചെയ്തതെന്നും തിരിച്ചറിവോ പശ്ചാത്താപവുമില്ലാതെ ജീവിക്കുന്നത് കാണുമ്പോൾ മനസ്സിനെടുക്കുന്ന മുറിവ്. ഈശോയെ, കാലം എത്ര കഴിഞ്ഞിട്ടും അവർ വീണ്ടും വീണ്ടും പരിഹസിക്കുന്നില്ല നാഥ. അവർ ജീവിക്കുവാൻ സമ്മതിക്കുന്നില്ല. കാരുണ്യവാനായ ഈശോയെ, അങ്ങ് ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ആശ്വസിപ്പിക്കണമേ. എല്ലാം അറിയുന്ന പൊന്നുതമ്പുരാനെ, എൻ്റെ വേദനകളെയും കുരിശുകളെയും സങ്കടങ്ങളെയും ആഗ്രഹങ്ങളെയും ഈശോയെ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു.